വെൽക്കം ടു അവർ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ്. കഴിഞ്ഞ ദിവസം നമ്മൾ പൈശാചികമായിട്ടുള്ള സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ഡെലിവറൻസുമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത്. ഇന്നിപ്പോഴേ നമ്മൾ തിരിച്ച് വീണ്ടും സ്വപ്നങ്ങളും അർത്ഥങ്ങളും എന്നുള്ള ചിന്തയിലേക്കാണ് വരുന്നത്. ഈ 2 എപ്പിസോഡിൽ നമ്മൾ ഏകദേശം 100-125ഓളം സ്വപ്നങ്ങളും അർത്ഥങ്ങളും നമ്മൾ പറയും. നിങ്ങളത് നോട്ട് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇത് എനിക്ക് കിട്ടിയ ഒരു ഉത്തരമല്ല. ഞാനത് കണ്ടിട്ട് എനിക്ക് കിട്ടിയ ഉത്തരവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാനും സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷേ എല്ലാം തന്നെ ദൈവത്തിൻ്റെ ചോസൺ ആയതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ് കൂടുതലും കാണാറുള്ളത്. അല്ലാതെ പിശാച് സ്വപ്നമൊന്നും കൊണ്ടുവന്ന് പേടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പൈശാചിക സ്വപ്നത്തെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ഇപ്പോൾ ഇല്ല. കാരണം കഴിഞ്ഞ 5-6 വർഷമായിട്ട് തന്നെ ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ദൈവത്തിൻ്റെ ഒരു ഡയറക്ഷൻ പല സ്വപ്നങ്ങൾ കൂടി ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, പല ദൈവദാസന്മാരും ചില സ്വപ്നങ്ങൾ അവർ വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് അത് പറയുന്നത്. ഇത് തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടു, ഒരാൾക്ക് ആ കാണുന്ന സ്വപ്നത്തെ പോലെയുള്ള ഉത്തരം ഒരു വ്യാഖ്യാനമല്ല വേറൊരാൾക്ക് വരുന്നത്. 2 പേർക്കും വ്യത്യാസമുണ്ട് സെയിം ടൈപ്പ് ഓഫ് സ്വപ്നം കണ്ട. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന, ഇപ്പം വെള്ളത്തെ കാണുന്നു, ഒരാൾ വെള്ളത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ വെള്ളം പല ടൈപ്പിലുള്ള വെള്ളമുണ്ട്. ഒരാളത് കാണുന്ന ഒരു കാമായിട്ട് ഒഴുകുന്ന വെള്ളമാണ്, വേറൊരാൾ കാണുന്നത് കുത്തൊഴുക്കുള്ള വെള്ളമാണ്. അത് രണ്ടും 2 മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലാണ് നിങ്ങളത് കാണുന്നത്, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് ചിന്തിക്കുന്നത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്വപ്നങ്ങൾ പോലും മനസ്സിൽ നിൽക്കത്തില്ല. ഇപ്പം നമ്മൾ ഞാൻ നീ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സ്വപ്നം നമ്മൾ കാണാം. ഒരാളത് കണ്ടപ്പോൾ വെള്ളം ഇങ്ങനെ സാധാരണ ഒഴുകിപ്പോകുന്നൊരു സ്വപ്നം കണ്ടു. എന്നാൽ വേറൊരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കുത്തൊഴുകുക. അത് കുറച്ചുകൂടെ അയാൾ വാച്ച്ഫുൾ ആയതുകൊണ്ട് കുത്തൊഴുകിപ്പോകുന്ന സ്വപ്നങ്ങളാണ്. വെള്ളം അങ്ങനെ ഭയങ്കര ശക്തിക്ക് ഇങ്ങനെ വലിയ വെള്ളപ്പൊക്കം പോകുന്ന വെള്ളം പോകുന്ന പോലെ പോകുന്നതായിട്ട് കണ്ടു. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കാമായിട്ട് പോകുന്ന വെള്ളം, ക്ലിയർ വാട്ടർ, നിങ്ങളുടെ മനസ്സിനെ കാമാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനൊരു ന്യൂസ് വരികയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്ത കൊണ്ടുവരുന്നു എന്ന് കാണിക്കുമ്പോഴേ മറ്റയാളെ സംബന്ധിച്ചിടത്തോളം ആ ട്രബിൾഡ് വാട്ടർ കാണുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷനും ഒരു ഡിസോർഡറും വരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളാണ്. ഇങ്ങനെ സാഹചര്യങ്ങളനുസരിച്ചും ഒരു മാറ്റർ തന്നെ ഡിഫറെൻ്റ് ആളുകൾ കാണുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കഴിവതും ഒരു 2 എപ്പിസോഡിൽ കൂടുതൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ 500-600 ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ സ്വപ്നത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നില്ല. കാരണം നമ്മൾ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, സ്വപ്നം കാണുമ്പോഴേ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ അർത്ഥം എനിക്ക് കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാൽ എന്തെങ്കിലും അതിനകത്ത് വലിയ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഞാൻ എന്നെക്കൊണ്ട് ആവുന്ന പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസമൊക്കെ 2-3 പേര് വിളിച്ചു പറഞ്ഞു. എന്നാൽ അതൊക്കെ വരാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആവശ്യം. ചോസൺ പീപ്പിൾ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വപ്നങ്ങൾ കൂടി നമ്മളോട് സംസാരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ചോസൺ പീപ്പിൾ ആണെങ്കിൽ കൂടിയും ചില പൈശാചിക സ്വപ്നങ്ങൾ പിശാച് കൊണ്ടിടും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രാത്രിയിലെ കള വിതയ്ക്കുന്ന ഒരു പിശാചും ഉണ്ട്, നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് സ്വപ്നത്തിന് ഡിഫറെൻറ്റ് മീനിങ്സ് നമ്മൾ വരും എന്നുള്ളത് ഞാൻ കുറേശ്ശെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. നമ്മൾ പറക്കുന്ന ഒരു സ്വപ്നം കാണുകയാണ്, നമ്മൾ പറക്കുക. കഴിഞ്ഞ ദിവസം ഒരിക്കലും ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്ന ഓടുവാനും നടക്കുവാനും അല്ല, പറക്കാനും കൂടിയാണ്. ശക്തിയെ പുതുക്കുന്ന ഒരു കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും, അല്ലേ? അന്നേരം നിങ്ങൾ പറക്കുക എന്നൊരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ആർ ചോസൺ ഫ്രം ഗോഡ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ എല്ലാ ചലഞ്ചുകൾക്കും ഉപരിയായിട്ട് കഴുകൻ പറക്കുന്നത് പോലെ നിങ്ങൾ എല്ലാ ചലഞ്ചുകൾക്കും മേളിൽ നിങ്ങൾ പറക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് പൊതുവേ സ്പിരിച്വലായിട്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് കാണുന്നത്. അതിൽ 1,00,000 ആളുകളുണ്ടെങ്കിൽ
5 6 പേരായിരിക്കും ഇങ്ങനെയുള്ള സ്വപ്നം കാണുന്നത്. വേറൊരു സ്വപ്നമാണ്, ഞാൻ നമ്പറൊന്നും പറയുന്നില്ല, ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ വീഴുന്നതായി കാണുന്ന സ്വപ്നം, നടക്കുമ്പോൾ വീഴുന്നു, കാല് തട്ടി വീഴുന്നു, അല്ലെങ്കിൽ കുഴിയിലേക്ക് വീഴുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ ചില കാര്യങ്ങൾ വരുന്നു, റിലേഷൻഷിപ്പിലെ ബിസിനസ്സിലെ തകരാറുകൾ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നു. നിങ്ങളെ ഓടിക്കുന്നു, ആരോ നിങ്ങളെ ഓടിക്കുന്നതായിട്ട് കാണുന്നു. അത് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നു. ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള ഒരു ദൈവം കാണിച്ചു തരുന്ന കാര്യമാണ്. മരണം കാണുന്നു. ഇതൊരു സംഭവമാണ്. നമ്മൾ മരണമൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ നമ്മുടെ ജീവിതം തന്നെ കട്ടപ്പുകയായി, എൻ്റെ കാറ്റ് പോവാറായി എന്നുള്ള. അങ്ങനെയല്ല. മരണം നമ്മളെ കാണിക്കുന്നത്, നമ്മൾ തന്നെ ചിലപ്പോൾ മരിക്കുന്നതായിട്ടുമൊക്കെ കാണാം, എന്നാൽ അതൊരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു രൂപാന്തരമാണ്. എന്ന് വെച്ചാൽ ഒരു സീസൺ നമ്മുടെ ജീവിതത്തിൽ തീരുകയാണ്, ഒരു പുതിയ ബിഗിനിങ്, പുതിയൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ മരിക്കുന്ന കണ്ടാൽ നമ്മളത് നെഗറ്റീവല്ല, ഒരു പുതിയ തുടക്കമാണ്. സാഹചര്യം പ്രധാനമാണ്. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ റിവീൽ ചെയ്ത് തരികയാണ്. പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടോ നിങ്ങളൊരു കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിനാൽ അതിൻ്റെ ഒരു എൻഡ്, ആ പ്രശ്നങ്ങളുടെ എൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്തരമായി വരുന്നൊരു കാര്യമാണ് മരണത്തെ കാണുന്നത്. അതുകൊണ്ട് മരണം വലിയ നെഗറ്റീവാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. വീണ്ടും അടുത്ത്, നിങ്ങൾ നഗ്നമായിട്ട്, അങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കാണാം, പബ്ലിക്കിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില രഹസ്യ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില രഹസ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള ഒരു മീനിങ്ങാണ്. വീണ്ടും പല്ല് പൊഴിയുന്നു, അങ്ങനെ കാണുന്നുണ്ട്. പല്ല് പൊഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെൽപ്ലെസ് ആകുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ കൺട്രോൾ നഷ്ടപ്പെടുന്നു, പവർ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം. നേരത്തെ ഞാൻ സംസാരിച്ചാണ് വെള്ളം കാണുന്ന കാര്യം. ക്ലിയർ വാട്ടർ, ട്രബിൾഡ് വാട്ടർ, കുത്തൊഴുക്കുള്ള വാട്ടർ നിങ്ങളുടെ ജീവിതത്തിലെ ഡിസോർഡറെ, കൺഫ്യൂഷൻ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നതാണ്. നഷ്ടപ്പെട്ടതുപോലെ തോന്നുക, അങ്ങനെ തോന്നുന്ന ചില കാര്യങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുന്നു, കാണുന്നില്ല, അങ്ങനൊരു സ്വപ്നം കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ നഷ്ടപ്പെടുന്നു, കൺഫ്യൂഷൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമാണ്, നിങ്ങൾക്കൊരു മെൻറ്ററെ ആവശ്യമാണ്, നിങ്ങൾക്കൊരു ഹെൽപ്പറെ ആവശ്യമാണ് എന്ന് കാണുന്നു. അതുപോലെ നിങ്ങളൊരു നല്ല സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു സ്വപ്നം, അത് നിങ്ങളെ കാണിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സത്യം വെളിപ്പെട്ട് വരുന്നു, ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ ഒരു സീസണിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അനിമൽസിനെ സ്വപ്നം കാണുന്നത് ലയൺ, സിംഹത്തെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ശക്തിപ്പെടുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. അത് എന്ന് വെച്ചാൽ ധൈര്യം വരുന്നതിൻ്റെ ഒരു തെളിവാണ്. അതുപോലെ ആനയൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്നേക്കിനെ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നിങ്ങളെ കാണിക്കുന്ന നിങ്ങളൊരു ഡേഞ്ചറിലേക്ക്, ഒരു ഹിഡൻ ഡേഞ്ചറിലേക്ക് പോകുന്നതായിട്ട് ഉള്ളൊരു സ്വപ്നമാണ് അതിൽ കൂടെ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഹൗസ് ഡ്രീം ചെയ്യുന്നത്. ഈ ഹൗസിനെ ഡ്രീം ചെയ്യുന്ന പലപ്പോഴും അത് സോളിഷ് ഡ്രീമാണ്, അതിന് വലിയൊരു പ്രാധാന്യമില്ല. എന്നാൽ നിങ്ങൾ ഈ വീടിലെ പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും എന്നിരിക്കട്ടെ. നിങ്ങൾ പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുക, അല്ലെങ്കിൽ വീടിൻ്റെ റൂമുകൾ പുതുതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്വപ്നം കാണുക. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ, പെയിൻ്റൊക്കെ അടിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ പ്യൂരിഫൈ ചെയ്യാണ്. അതുപോലെ പല റൂംസ്, നിങ്ങളുടെ ഡിഫറെൻറ്റ് സ്റ്റൈല്, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സ്റ്റൈലുകൾ വരുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. അതുപോലെ വീണ്ടും നേരത്തെ പറഞ്ഞാണ് കാറ് അല്ലെങ്കിൽ കാർ ആക്സിഡൻറ്റ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ കാറിനകത്തുണ്ട്, ആ കാർ ആക്സിഡൻ്റ് ആവും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലിരിക്കണം
എന്ന് ദൈവം പറയാണ്. പ്രാർത്ഥനയിൽ കൂടി ജയമെടുക്കണം. അത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങളൊരു കാർ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് സ്വപ്നം കണ്ടു അതുപോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഇൻസിഡൻറ്റ്. നിങ്ങൾ കണ്ട സ്വപ്നം അതുപോലെ സംഭവിച്ചു എന്ന് വെച്ചാൽ നിങ്ങളൊരു കാർ ആക്സിഡൻറ്റ് വരും എന്ന് പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ കാർ ആക്സിഡൻറ്റ് വന്നു. സ്വപ്നം മിക്കവാറും രാത്രിയിലാണ് കാണുന്നത്. രാത്രി കാണുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ദൈവമേ ഇങ്ങനൊരു ആക്സിഡൻറ്റിൻ്റെ സ്വപ്നം ഞാൻ കണ്ടു, അതുകൊണ്ട് ദൈവമേ എന്നെ അതിൽ നിന്ന് വിടുവിക്കണം, നിൻ്റെ വലിയ ദൂതന്മാരുടെ കാവൽ തരണം, പ്രൊട്ടക്ഷൻ തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായി പ്രാർത്ഥിച്ചു പോയാൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല. ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സിറ്റുവേഷൻ വന്നാലും ദൈവം അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. എന്നിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോയി ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞത്. കാറ് മാത്രം സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള്, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും നല്ല സണ്ണി വെതർ കാണുകയാണെങ്കിൽ ഹാപ്പിനെസ്സാണ്, സന്തോഷം ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. സ്റ്റോം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തൂഫാൻ, വലിയ സ്റ്റോം, കാറ്റ്, കൊടുങ്കാറ്റൊക്കെ കാണുകയാണെങ്കിൽ സ്ട്രെസ്സ്, കോൺഫ്ലിക്റ്റ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ചില ആളുകൾ പരീക്ഷ എഴുതുന്ന കാര്യം സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റി ഫീലിങ്സ് നിങ്ങൾ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചില ആളുകൾ വിവാഹത്തിലെ വെഡ്ഡിങ് പാർട്ടിയൊക്കെ കാണുന്നു. അത് കാണുന്നത് ദൈവത്തിൻ്റെ ചില പ്രോമിസ്, ദൈവം പറഞ്ഞിരിക്കുന്ന ചില കവനൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാകാൻ പോകുന്നു. നിങ്ങൾ ദൈവത്തിൽ കൂടുതലായിട്ട് സമർപ്പിച്ച് ജീവിക്കാൻ പോകുന്നു. അതുപോലെ യൂണിറ്റി, നിങ്ങൾ ഐക്യപ്പെടാൻ പോകുന്നു. ഐക്യപ്പെടാൻ പറഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധവുമായിട്ട് നിങ്ങൾ കുറേ കൂടെ ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് വെഡ്ഡിങ് കാണിക്കുന്നത്. ബേബീസ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളിനെ, ബേബീസിനെയൊക്കെ സ്വപ്നത്തിൽ കാണുന്നു. അത് കാണിക്കുന്ന പുതിയ ബിഗിനിങ്ങിനെ കുറിച്ചാണ്. പുതിയ തുടക്കം, ക്രിയേറ്റിവിറ്റി, പ്രോജക്ട്സ്, അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വാർത്ത നിങ്ങൾ കേൾക്കാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് വരുന്നത്. അടുത്ത കാര്യമാണ് ഫയർ. തീ കാണുന്നു. തീ കാണുമ്പോൾ ഇറ്റ് ഈസ് എ സീസൺ ഫോർ പ്രൂണിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശുദ്ധിയാക്കേണ്ട സമയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തേണ്ട ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ പരിചയമുള്ള സ്ഥലങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ പണ്ടൊക്കെ പോയിരിക്കുന്ന ചില പരിചയമുള്ള സ്ഥലങ്ങൾ, അത് നിങ്ങളെ കാണിക്കുന്ന നിങ്ങളുടെ കംഫർട്ടും സെക്യൂരിറ്റിയുമാണ്. പണം സ്വപ്നത്തിൽ കാണുന്നു, മണി. അത് നിങ്ങളുടെ റിസോഴ്സസ്, നിങ്ങളുടെ അല്ലെങ്കിൽ അത് നല്ല കാര്യമാണ്. വെൽത്ത്, ശക്തി, റിസോഴ്സൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി വരാനായിട്ടുള്ള കാരണമാണ് അത് കാണിക്കുന്നത്. സ്ട്രേഞ്ചേഴ്സ്, പരിചയമില്ലാത്തവരെ സ്വപ്നത്തിൽ കാണുന്നു. അങ്ങനെയുള്ള കേസ് നിങ്ങൾ കരുണ കാണിക്കാനും അതുപോലെ നിങ്ങളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെയുള്ള കാരണം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മിസ്സിങ് എ ബസ്, ഒരു ബസ് മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രെയിന്, ഫ്ലൈറ്റൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കാണും. അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ അത് മിസ്സായിപ്പോവും എന്ന് കാണിക്കുന്നതാണ്. നിങ്ങൾ ട്രാപ്പായിരിക്കുന്ന ചില സ്ഥലങ്ങൾ ട്രാപ്പായിരിക്കുന്നതായിട്ട് കാണുന്നു. അത് സ്റ്റാഗ്നേഷനാണ്, നിങ്ങൾക്ക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. അതുപോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഡിലേ ആകാൻ പോവുകയാണ് എന്ന് കാണുന്നു. അവിടെ ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണുന്നു. പഴയ സുഹൃത്തുക്കളെ സ്വപ്നത്തിൽ കാണുന്നു. എന്നുവെച്ചാൽ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സ്വപ്നമാണത്. അതായത് പല പാസ്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ചില പ്രശ്നങ്ങൾ, അത് ആ ഇഷ്യൂസ്, അതെല്ലാം തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യണം, അതില്ലാതെയാക്കണം. എന്നുവെച്ചാൽ പഴയ പ്രീവിയസ് ആയിട്ട് എന്തൊക്കെയോ ആരുമായിട്ടൊക്കെയോ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബീയിങ് ഇൻ എ ക്രൗഡ്, ഒരു ക്രൗഡിൽ ആയിരിക്കുന്ന കാര്യം. അങ്ങനെ ആവുമ്പോൾ അതിനകത്ത് കാണുന്നത് ഒരുപാട് പേര് ഉണ്ട് ആ ക്രൗഡിനകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചില ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതം
അവർക്കൊരു ഇൻസ്പിറേഷനായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് കാണുന്നത്. ലോസ്റ്റ് ഐറ്റംസ്, നിങ്ങൾ കാണാതായ ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നു. അന്നേരം അത് കാണിക്കുന്നത് ഫീൽ ഓഫ് ലോസ് ഓർ വറി. നിങ്ങളുടെ ജീവിതത്തിൽ വാല്യുബിളായിട്ടുള്ള ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു പോകുന്നു. അത് ചിലപ്പം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, അവസരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബന്ധങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇനിയും സ്പൈഡേഴ്സിനെ കാണുന്ന സ്വപ്നങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ സ്പൈഡേഴ്സ് എന്ന് പറയുന്ന ചിലന്തികളെ സ്വപ്നങ്ങൾ കാണുന്നത് അത് ജനറേഷണൽ കേഴ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ജനറേഷണൽ കേഴ്സ് ഉണ്ട്, അത് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു. ആ പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം. ചില ഫിയർ, ആങ്സൈറ്റി ഒക്കെ വരും, അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ് കാണുന്നത്. 27ാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. 27ാമത്തെ കാര്യം, 25, 26 കാര്യം പറഞ്ഞു. ഡ്രൗണിങ് ഇൻ എ ഡ്രീം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അതൊരു മറൈൻ സ്പിരിറ്റ് നിങ്ങളെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ശരിക്കും അത് വലിയൊരു പ്രാർത്ഥന ആവശ്യമാണ്, വലിയൊരു വിടുതൽ ആവശ്യമാണ്. നിങ്ങൾ ആരെങ്കിലും ദൈവദാസൻ്റെ അരികെ പോയിരുന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതലെടുക്കണം. ഡ്രൗണിങ് ഇൻ എ ഡ്രീം. ഹൈഡിങ്, ഒളിച്ചിരിക്കുന്ന കാര്യം ഒരു വിഡ്രോവൽ സിംറ്റം പോലെയുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസിൽ നിന്ന് നിങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരനുഭവം, അത് പ്രാർത്ഥനയിൽ കൂടി അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ദൈവവചനം പഠിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അതുപോലെ ഗുഹകളൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ, നിങ്ങൾ ഗുഹകളിൽ കൂടിയൊക്കെ പോവുക. അത് ചില ഹിഡനായിട്ടുള്ള ചില ആസ്പെക്ട്സ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള ചില ഹിഡൻ ആസ്പെക്റ്റിനെ കാണിക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ദൈവസന്നിധിയിൽ കുറെ കൂടി ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള നെഗറ്റീവ് ട്രെയ്റ്റ്സ് ഒക്കെ മാറ്റിക്കളയണം എന്നുള്ളതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്വപ്നത്തിനകത്ത് നിങ്ങൾ പോകുന്ന വഴിയിൽ കുറച്ച് പണം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ അബണ്ടൻസിനെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിവാർഡ്സ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്സ്, അതുപോലെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കാണിക്കുന്നതാണ്. അത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ അല്ലെങ്കിൽ ഒരു പുതിയ സീസൺ, അബണ്ടൻസിൻ്റെ ഒരു പുതിയ സീസൺ നിങ്ങൾക്ക് വരുന്നു എന്നേ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലേറ്റായിട്ട് നിങ്ങൾ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു അൺപ്രിപ്പയർഡ്നെസ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ മിസ് ഔട്ട് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കിസ്സിങ് എ സ്ട്രേഞ്ചർ ഇൻ എ ഡ്രീം, ഒരു ഡ്രീമിൽ ഒരു സ്ട്രേഞ്ചറെ കിസ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നു. അത് നിങ്ങളെ ഈസി ആയിട്ട് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു വലിയ മല, വലിയൊരു കുന്ന്, മലയൊക്കെ ഇങ്ങനെ നിങ്ങൾ ഡ്രീംസിൽ കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ചലഞ്ചസ് അല്ലെങ്കിൽ സ്പിരിച്വൽ വാർഫെയർ ഒക്കെയാണ്. ക്ലൈംബിങ് മൗണ്ടൻ, അതിൽ ആ മൗണ്ടനിൽ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഗോൾസിന് വേണ്ടി നിങ്ങൾ ഒരുപാട് നിങ്ങൾ സ്ട്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അനിമൽസ് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, അത് നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ ഒരു ചിഹ്നമാണ്. അതുപോലെ നിങ്ങളൊരു സ്കൂളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നെങ്കിൽ അത് ഡിസയർ ടു ലേൺ ഓർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ദൈവത്തിൻ്റെ സ്കൂളിൽ നിങ്ങളെ ദൈവം ട്രെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 36ാമത്തെ കാര്യം, വിന്നിങ് എ ഗെയിം. നമ്മളൊരു ഗെയിം ജയിക്കുന്നു എങ്കിൽ സ്വപ്നം കാണുന്നത് സക്സസ് റെക്കഗ്നിഷനുമാണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റുകൾ തരുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ, പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നേ കാണുന്നു. ഒരു പട്ടി നിങ്ങളെ നേരെ കുരച്ചുകൊണ്ട് വരുന്നു എന്നുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ ഒരുപാട് ചലഞ്ചസും ഓപ്പർച്യൂണിറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. എന്നാൽ നിങ്ങളെ കടിക്കുന്നൊന്നുമില്ല, അത് കുരച്ചുകൊണ്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹാമൊന്നുമില്ല. ചില ഓപ്പർച്യൂണിറ്റീസ്, ചലഞ്ചസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. അതുപോലെ നിങ്ങൾ ഒരു കാർ റേസിനകത്ത് ഇരിക്കുന്നു, നിങ്ങളുടെ കാറിന് വലിയ സ്പീഡിൽ നിങ്ങൾ ഓടിക്കുന്നു, കാർ ആക്സിഡൻ്റ് അല്ല, അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം എന്നുള്ളതാണ്. മഴ കാണുന്ന ഒരു സംഭവം, ഈ മഴ എന്ന് പറയുന്ന സ്വപ്നം എല്ലാവരും കാണുന്നതല്ല, അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ഈ പറഞ്ഞ പോലെ 1,00,000 ആളുകളിലെ 10 ലക്ഷം ആളുകളിൽ 5 പേര് ഒക്കെ കാണുകയുള്ളൂ ഈ മഴയുടെ കാര്യം.
അത് സ്റ്റോം അല്ല, മഴയാണ്. അതായത് നിങ്ങൾ മഴ സ്വപ്നം കണ്ടാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബ്ലെസ്ഡ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ് എല്ലാ രീതിയിലും. നോട്ട് ഓൺലി സ്പിരിച്വലി, നോട്ട് ഓൺലി മെൻ്റലി, ബട്ട് ഓൾസോ മെറ്റീരിയലി, എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കുന്ന ഒന്നാണ്. സോ സംതിങ് ഗുഡ് ഈസ് കമ്മിങ്, സംതിങ് ഏറ്റവും കൂടുതൽ വരുന്നു എന്നുള്ളതാണ്. അതേസമയം ചില ആളുകളുണ്ട് എലിയെ കാണുന്നു, സ്വപ്നം കാണുന്നു, എലി പോവർട്ടി അല്ലെങ്കിൽ വറീസിനെ കൊണ്ടുവരുന്നു എന്നെ കാണുന്നു. നിങ്ങളുടെ ഡ്രീമിൽ തന്നെ നിങ്ങൾ ഒരുപാട് താമസിച്ച് എഴുന്നേൽക്കുന്ന ഡ്രീം കാണുന്നു. എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നടക്കാതെ വരും എന്നുള്ളൊരു സ്വപ്നമാണ് വരുന്നത് എന്നുള്ളത്. അടുത്തത് നമ്മൾ സ്റ്റെപ്പുകൾ കയറുന്നു അല്ലെങ്കിൽ കോവേണി കയറുന്നതായിട്ടുള്ള സ്വപ്നം. ആ ഒരു സ്വപ്നം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ, പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ ജേർണിയിലുള്ള ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അടുത്തത് നമ്മൾ ഈ സീഡ് ഷെൽസ്, ഈ കടലിലെ കക്കകളെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങളെ പ്രൊട്ടക്ഷനാണ് സ്വപ്നം കാണുന്നത്. നിങ്ങളുടെ ട്രൂ സെൽഫിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. എന്ന് വെച്ചാൽ യു കനോട്ട് ഡു സംതിങ് യുവർ ഓൺ. നിങ്ങളെ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ചില പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, നമ്മുടെ സമയം ഇവിടെ തീരുന്നുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഇന്നൊരു 50 എണ്ണമെങ്കിലും പറയണമെന്ന് വിചാരിക്കുക. 45ാമത്തത് പറയുന്നത്, നിങ്ങളൊരു സ്വിച്ച് ഇടുകയാണ്, ഒരു റൂമിൽ കയറി ഇങ്ങനെ ലൈറ്റ് ഇടുന്ന ഒരു സ്വപ്നം കാണുകയാണ്. വെച്ചാൽ ന്യൂ അണ്ടർസ്റ്റാൻഡിങ്, പുതിയ അറിവ്, ക്ലാരിറ്റി, നല്ല കാര്യങ്ങൾ ദൈവം നിങ്ങൾ ചെയ്യാൻ പോകുന്നു. അതുപോലെ ദൈവം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അത് സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ, എന്ന് വെച്ചാൽ ജീവിതത്തിലെ ചില അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ള സ്വപ്നമാണ് അത് കാണുന്നത്. അടുത്ത നിങ്ങൾ ഗാർഡൻ, ഒരു പൂന്തോട്ട സ്വപ്നം കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാർവെസ്റ്റിനെ, സീസൺ ഓഫ് ഹാർവെസ്റ്റ് ഗ്രോത്തിനെ സ്വപ്നം കാണുന്നു. വീണ്ടും നായ്ക്കളെ സ്വപ്നം കാണുന്നു. അത് നായ്ക്കൾ ബൈറ്റ് ചെയ്യുന്നതോ ബാർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയിൻ ഇട്ടതോ അല്ല കാണുന്നത്, നായ്ക്കളെ സ്വപ്നം കാണുന്നു. അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, വിശ്വസ്തത, ഇതിനെക്കുറിച്ചാണ് അത് പറയുന്ന. പരിപാലനം, പട്ടികൾ കൂട്ടമായി നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. ദൈവം നിങ്ങളെ ഒരു അസൈൻമെൻറ്റ് ഏൽപ്പിക്കുന്നു, ഫുൾഫിൽ ചെയ്യാൻ അസൈൻമെൻറ്റ് ഏൽപ്പിച്ച് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളത്. നായ്ക്കൾ കടിക്കാൻ വരുന്നല്ല, നായ്ക്കൾ ചുറ്റും കൂടി നിൽക്കുന്ന കാര്യമാണ്. നായ്ക്കൾ ഫെയ്ത്ത്ഫുൾ ആണല്ലോ, അതുകൊണ്ട് വിശ്വസ്തരായിട്ട് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുക, ഒരു അസൈൻമെൻറ്റ് ഏൽപ്പിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നതായിട്ടുള്ള സ്വപ്നം കാണുക. ദാറ്റ് ഈസ് ദ ലോസ് ഓഫ് ഗ്ലോറി ഓർ ഫേവർ. നിങ്ങളെ അടുത്ത് ഉള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് വിപരീതമായി തിരിയും, നിങ്ങൾക്കെതിരായിട്ട് ഗോസിപ്പൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ മുടിയൊക്കെ പോകുന്ന നിങ്ങളുടെ ഗ്ലോറി, മഹത്വം നഷ്ടപ്പെടുന്നു എന്നുള്ള. 50ാമത്തെ പറഞ്ഞ് ഞാനിന്നിവിടെ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ബലൂൺ സ്വപ്നം കാണുക. ഇറ്റ് ഈസ് എ സീസൺ ഓഫ് ജോയ് ആൻഡ് സെലിബ്രേഷൻ. ജീവിതത്തിലൊരു സന്തോഷവും സെലിബ്രേഷനും ഫ്രീഡവും വരുന്നതായിട്ട് കാണും. ഞാൻ ഈ 50 എണ്ണം പറയും. ഇനി ഒരുപാട് ഇങ്ങനെ പറഞ്ഞാൽ 200 എണ്ണമൊക്കെ പറയാം. ഞാൻ 100 എണ്ണം ഒരു എപ്പിസോഡ് പറഞ്ഞ് ഞാൻ നിർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ കാണുമ്പോഴേ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പം ബലൂൺ എന്ന് പറയുമ്പോൾ ബലൂൺ എന്താ സാധാരണ യൂസ് ചെയ്യുന്നത്? ഒരു സെലിബ്രേഷൻ യൂസ് ചെയ്യുന്നു, ഒരു ജോയ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലൂൺ കണ്ടു കഴിഞ്ഞാൽ അതൊരു ജോയും സെലിബ്രേഷനും ഫ്രീഡവും വരികയാണ്. നിങ്ങളത് തുടർമാനമായി കാണുക. ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളത് തുടർമാനമായി കാണാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരും. ഒരു എപ്പിസോഡിലൂടെ ഞാൻ ഇതിനെക്കുറിച്ച് പറയും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടേണിലേക്ക് നമ്മൾ കയറും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വപ്നങ്ങളും അർത്ഥങ്ങളും ഞങ്ങളെ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അനേക സ്വപ്നങ്ങൾ കാണുമ്പോഴേ സാഹചര്യം അനുസരിച്ച് കർത്താവെ നീ ഞാൻ ഉത്തരം തരികയും സഹായിക്കുകയും ചെയ്യണം. ഇന്ന് കർത്താവെ, സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നത്തിൽ തന്നെ ഇരിക്കാനായിട്ടല്ല, ആ സ്വപ്നം കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവഹിതം മനസ്സിലാക്കുകയും ഓരോ പടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉന്നമനം വരികയും ഏതെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വിഡ്രോ ചെയ്യുകയും ചെയ്യുവാൻ കർത്താവെ ഇത് ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. സ്വപ്നങ്ങൾ കാണിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ ആലോചനയാണെന്ന് മനസ്സിലാക്കുവാൻ, അതിൽ നിന്ന് പലതും സക്സസ്ഫുള്ളായിട്ട് പുറത്തു വരുവാൻ കർത്താവെ ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.